അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെള്ളിയാളി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആയിക്കോട്ടെ മോനെ, വേഗം തീർക്കാം. ആർക്കാ കളിക്കാൻ പോണ്ടേ? ബഹുമാനപ്പെട്ട ഷാമിന് കളിക്കാൻ പോകണം. കാണുന്നില്ലേ? അതാ വേണ്ടില്ലേ? ഷാമിന് കളിക്കാൻ പോകണം. നിങ്ങൾക്ക് കളിക്കാൻ പോകണോ? നിങ്ങൾ വേഗം നിർത്തല്ലേ? ഇന്ന് ചെറിയൊരു കാര്യം വരി. മൂന്ന് പോകുന്നില്ലേ? വേമ്പാ എനിക്ക് 95 ആയുസുണ്ട് മോനിച്ചേ. 95 ആയുസ്. എനിക്ക് 95 ആയുസുണ്ട്. 100 ഇല്ലാലോ. 100 എന്തായിപ്പോയിന്ന് വെച്ചോക്ക്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു ചെറിയൊരു ചോദ്യം നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. മദർസ് ഒന്നുമല്ല, ഒരു കുസൃതി ചോദ്യമാണ്. ചോദിക്കട്ടെ? ഒരു ചെറിയ കുസൃതി ചോദ്യം. ആർക്കാ ഉത്തരം അറിയാൻ നോക്കട്ടെ. ഉത്തരം പറയുന്ന ആൾക്കൊരു സമ്മാനം ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ തരും. അടുത്ത വീഡിയോ തുടങ്ങുമ്പോൾ ഇതിന് ഉത്തരം പറയുന്ന ആൾക്കുള്ള സമ്മാനം കുസൃതി ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? മുട്ടായി എന്നല്ല, അടിപൊളി സമ്മാനം. എന്നാലേ എന്താ ചോദ്യം? ഇടത് കൈ കൊണ്ട് തൊടാം, ഇടത് കൈ കൊണ്ട് തൊടാം, പക്ഷെ വലത് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ആർക്കറിയാം? ഇടത് കൈ കൊണ്ട് തൊടാം, എന്നാ വലത് കൈ കൊണ്ട് തൊടാൻ കഴിയൂല. ഭക്ഷണം. അറിയോ? നജസ് ഇടത് കൈ കൊണ്ട് തൊടാൻ വലത് കൈ കൊണ്ട് തൊടാൻ പറ്റൂലേ? എന്താ അങ്ങനെ കൊണ്ട് എടുക്കാലോ? ഞാൻ പറഞ്ഞ തൊടാൻ കഴിയൂല എന്നുള്ളതാ. ഇടത് കൈ കൊണ്ട് തിന്നാനൊക്കെ കഴിയൂലേ? ഭക്ഷണമൊക്കെ തിന്നാനൊക്കെ കഴിയൂ. തിന്നാൻ കഴിയൂല, നമുക്ക് ചെയ്യാൻ കഴിയൂല. നമുക്ക് വലത് കൈ കൊണ്ട് ചെയ്യാൻ കഴിയൂല, എന്നാൽ ഇടത് കൈ കൊണ്ടേ അത് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാ കാര്യങ്ങളും വലത് കൈ കൊണ്ടും ചെയ്യാം, ഇടത് കൈ കൊണ്ടും ചെയ്യാം അല്ലേ? ഇപ്പം ഭക്ഷണം കഴിക്കൽ വലത് കൈ കൊണ്ടേ കഴിക്കൽ നല്ലത് വലത് കൈ കൊണ്ടാണ്. അങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മൾ. അതല്ല ചോദ്യം, അതല്ല. നമുക്ക് ചെയ്യാൻ കഴിയൂല. നമുക്ക് എന്ത് പറയും? വലത്തെ കൈ ഇല്ലാത്തവന് ഇടത് കൈ കൊണ്ട് തൊടാന്നോ? അത് നല്ലൊരു ബുദ്ധിപരമായ ആൻസറാണ് അല്ലേ? അല്ലേ? വലത്തെ കൈ ഇല്ലാത്ത പിന്നെ ഇടത് കൈ കൊണ്ടല്ലേ തൊടാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ ആൻസർ അതല്ല. രണ്ട് കൈയുള്ള ആൾ തന്നെയാണ്. ഓനക്ക് ഇടത് കൈ കൊണ്ട് തൊടാൻ പറ്റും, പക്ഷെ വലത് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. എന്നാ ഞാൻ പറയട്ടെ? അതൊന്നല്ല. ആൻസർ കേട്ടോ, നിങ്ങൾക്കുള്ള സമ്മാനം പോയി. അതാണ് എനിക്ക് സങ്കടം. അതായത് നമ്മളത് വലത് കൈയിൻ്റെ മുട്ട്, വലത് കൈയിൻ്റെ മുട്ട്, കൈമുട്ട്. ഞാൻ വലത് കൈയിൻ്റെ കൈമുട്ട് കാണിക്ക്. വലത്തെ കൈ കൊണ്ട് തൊട്. ഇടത്തെ കൈയല്ലേ? അല്ലേ? അപ്പൊ ചോദ്യം അടിപൊളിയായില്ലേ? അപ്പൊ ആ ചോദ്യം, അതിന്റെ ഉത്തരം പറഞ്ഞ എനിക്ക് ഞാൻ തന്നെ ആദരപൂർവ്വം സമ്മാനം സമർപ്പിക്കുന്നു. അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ തന്നെ സമ്മാനം വാങ്ങിയതായി നിങ്ങൾ അറിയിക്കുന്നു കേട്ടോ. ഞാൻ 2 ബോർഡ് കാണിക്കാം. നിങ്ങളത് വായിച്ചാൽ മതി. ഒന്ന് വായിക്കുക. എന്താ വായിക്കാ? ഇടത്. ഭയങ്കര കാറ്റാ. എന്താ വായിക്കാ? ഇടത്. ഇതെന്താ വായിക്കാ? എന്താ വായിക്കാ? എല്ലാരും വായിക്കേ. വലത്. ഇന്ന് പറയാൻ പോണ കാര്യം എന്താ അറിയോ? ഇപ്പൊ ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ചില്ലേ? ഇപ്പൊ ഇന്ന് സമ്മാനം കിട്ടി എനിക്കാണേ. നാളെ നിങ്ങൾ സമ്മാനം വാങ്ങണേ. അപ്പൊ അതിൽ ജയിക്കുന്ന ആകെ സ്പോട്ടിൽ സമ്മാനം, അപ്പം തന്നെ സമ്മാനം. ഇനിയില്ല, ഇത് നമ്മൾ വിഷയം പറയാൻ വേണ്ടി ഒരു ഒറ്റ ചോദ്യം മാത്രം. നാളെയാണ് കുസൃതി ചോദ്യത്തിന്റെ വലിയൊരു ശേഖരം തന്നെ ഉണ്ടാവും. വീഡിയോ എടുക്കുന്നതോ? ഇതന്നെ വീഡിയോ. അത് ശരി. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ അറിയോ? നമ്മൾ ഇടത് വലത് എന്ന് പറഞ്ഞാൽ എന്തിനാ അറിയോ? വേറെ ഒന്നിനല്ല. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏത് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്? വലത് ഭാഗം കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം ബാത്റൂമിക്ക് കയറുക, ഏത് കാല? വലതാ? ഇടത്. എന്തുകൊണ്ട്? അത് പിശാചിന്റെ വാസസ്ഥലമാണ്. നിങ്ങൾ എഴുതി കാണിക്കണം. എഴുതിയത് പൊക്കി കാണിക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇടതാണെങ്കിൽ ഇടത് നിന്ന് പൊക്കി കാണിക്കണം, വലതാണെങ്കിൽ വലത് നിന്ന് പൊക്കി കാണിക്കണം. 3 ദിവസം എല്ലാം പൊക്കി കാണിക്കരുത്. അവൻ്റെ കൈ കൊടുക്ക്. അത് കൊടുക്ക്. വാശി പിടിക്കരുത്. അത് കൊടുക്ക്. എനിക്ക് പറഞ്ഞാൽ തിരിയൂല. ഇനി പഠിക്കുന്നേ ഉള്ളൂ. അവരൊക്കെ ഇത് പഠിച്ചതാ, അതുകൊണ്ട് ഒരു പൊക്കട്ടോ കേട്ടോ.
ഞാനും പഠിച്ചതാണല്ലോ. ഏത്? ഇടതും ഇടതും വലതും. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. എൻ്റെ വാവക്ക് വരെ അറിയാം ഇടതും വലതും. അപ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത്. രണ്ടും പൊക്കരുത്. ഏതാ? ഇടത്. ഇടത്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത്. ആ വലത്. കറക്റ്റ് അല്ലേ? വീട്ടിലേക്ക് കയറുമ്പോൾ വലത്. 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 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത്. വലതാ? ഇടത് കാണിച്ചോ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങും. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങാടിയിലേക്കോ വേറെ അങ്ങോട്ടോ പോവാണല്ലോ അല്ലേ? ചെരുപ്പ് ഊരുമ്പോൾ, ചെരുപ്പ് ഊരി വെക്കുമ്പോൾ ഏതാ? വലതാ? തെറ്റിപ്പോയി. ചെരുപ്പ് ധരിക്കുമ്പോൾ ഏതാ? വലത്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കേട്ടോ. ചെരുപ്പ് ഊരുമ്പോൾ ഏതാ? കാണിക്ക്. ആ ഇടത്. അങ്ങനെ ശ്രദ്ധിക്കണം, മാറിപ്പോരുത്. ആ ഇടത്. ആ ഇടത് നായിപ്പോയോ? സോറി, ക്ഷമിക്കണം സാറേ, ഇനി പറയൂല കേട്ടോ. ഇടത്. ഇനി ചോറ് തിന്നാ, ഭക്ഷണം കഴിക്കുക ഏത്? ആ എന്നാ വെള്ളം കുടിക്കുമ്പോഴോ? ആ വലത്. ഇടത്. നീ ഇടതും കൊണ്ടാ? നമ്മൾ ഡ്രസ്സ് ധരിക്കുക, കുപ്പായ ഇടുക, ആദ്യം ഏത് കൈയിടും? വലത് കൈയിടും. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഏത് കൈ കൊണ്ടാവണം? വലത് കൈ, വലത് ഭാഗം കൊണ്ടാവണം അല്ലേ? പൊതു എടുത്ത് തുടങ്ങുകയല്ലേ? പൊതു എടുത്ത് തുടങ്ങുമ്പോൾ ആദ്യം ഏത് കൈ കഴുകുക? വലതല്ലേ? പിന്നെയാണ് ഇടത് കഴുകുക. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഏയ് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കലുണ്ടോ? ഇടത് കൈ കൊണ്ട് കഴിക്കുന്നവരില്ലല്ലോ. പക്ഷെ വെള്ളം പലപ്പോഴും അത് പരീക്ഷിക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് ജ്യൂസ് തന്നിട്ട് പരീക്ഷിക്കണം, നിങ്ങൾ ഏത് കൈ കൊണ്ടാണ് കുടിക്കുന്നതെന്നോ. ഇന്ന് തന്നെ ആക്കാല്ലേ? എന്താ വേണ്ടി? ആ ഇന്ന് തന്നെ ജ്യൂസ്. എന്തെങ്കിലുമൊക്കെ വേണമല്ലേ ഇങ്ങനെ വരുമ്പോൾ തിന്നാനൊക്കെ. പക്ഷെ അതാ നാളെ നമുക്ക് നല്ല അടിപൊളി സമ്മാനം ആക്കാം. നാളെ ചോക്ലേറ്റ് ആക്കാം. പോരെ? സമ്മാനം ചോക്ലേറ്റ് പോരെ? ആ ബിസ്മി വലിയ തിന്നണം, എന്നാലേ കൊണ്ടുവരുള്ളൂ. എല്ലാവർക്കും ചോക്ലേറ്റ് കേട്ടോ. ഇൻഷാല്ലാ. ആ ബിസ്മി വലിയ തിന്നണം. അപ്പോൾ ഇടതും വലതും മനസ്സിലായോ? ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ ആൾ കാണിക്കണം. എന്നപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ കളിക്കാൻ പോകണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഇടങ്ങാറാക്കുന്നില്ല. മോനൂസിൻ്റെ പുരം പുരയ്ക്ക് പോകണം, പിന്നെ വീട്ടിലാക്കി കൊടുക്കണം. വീട്ടിൽ നിന്ന് വന്നവർ ഇതേപോലെ വൃത്തിയിൽ വീട്ടിൽ പോകണം. ഇവിടുന്ന് പെരങ്ങി വീട്ടിൽ പോയിട്ട് പറയും പാകിസ്ഥാനെടുത്ത് വീഡിയോ എടുക്കാൻ പോയിട്ട് ചാളിയിൽ പെരങ്ങി വന്നിക്കോന്. നാളെ വിടൂല കേട്ടോ. അപ്പോൾ വൃത്തിയിൽ എന്താക്കണം? അങ്ങനെ തന്നെ പുരേ പോയിട്ട് ഡ്രസ്സ് അയച്ചിട്ട് കളിക്കാൻ വിടുമെങ്കിൽ കളിക്കാൻ വന്നോളി. അനുവാദം അല്ലാതെ ഇവിടുന്ന് ചളി കളിക്കരുതേ. ആ ഇവൻ അനുവാദം ചോദിച്ചു വന്നാ. എന്നാ ശരി പോട്ടെ. എല്ലാവരും പറയും ഒരു ടാറ്റ പറയും. ആയിക്കോട്ടെ, ഒരു സലാം പറയും എല്ലാവരും. അപ്പോൾ വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.